ചെയ്യുക. നമ്മളിൽ പല ആൾക്കാർക്കും പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ചിലപ്പം റെന്റഡ് ബിൽഡിംഗ് ഉണ്ടാവാം, അപ്പോൾ നമുക്ക് വാടക കിട്ടും. അതേപോലെ നമ്മുടെ കമ്പനികളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അവിടുന്ന് ഡിവിഡൻഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ FD ഇട്ടിട്ടുണ്ടാവാം, അവിടുന്ന് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, അത്യാവശ്യം അതിനകത്ത് ഫണ്ട് ഉണ്ടെങ്കിൽ അതിനകത്തും ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ NRIസിനെ സംബന്ധിച്ചിടത്തോളം NRO അക്കൗണ്ട് ഉണ്ടാവും, അതിനകത്തും ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ ആൾക്കാരും മുഴുവൻ തുകയും നിങ്ങൾക്ക് തരില്ല, പകരം കുറച്ച് എമൗണ്ട് അവിടെ പിടിച്ചു വെച്ച് നിങ്ങളുടെ പേരിൽ ഇൻകം ടാക്സിൽ അടക്കും. നിങ്ങളുടെ പാൻ നമ്പർ വെച്ചിട്ട് ഇൻകം ടാക്സിൽ അടക്കും. അതിന് TDS എന്നാണ് പറയുക, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു വർഷം നിങ്ങളുടെ പേരിൽ അടക്കപ്പെടുന്ന തുക 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരുമാനമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തിന് നിർബന്ധിതരാണ്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധിതരാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ കുറച്ച് അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ TDS ഒക്കെ കട്ട് ചെയ്ത് ഒരു എമൗണ്ട് അവിടെ